4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് വടക്കേ അമേരിക്കയിൽ തുടക്കമായിരിക്കുകയാണ്. ആഗോള ഫുട്ബോൾ പ്രേമികളുടെ ഒത്തുകൂടൽ എന്നതിലുപരി വലിയൊരു ബിസിനസ്സായി വളർന്നിരിക്കുകയാണ് ഫിഫ ലോകകപ്പ്. ആഗോള മീഡിയ അവകാശം, സ്പോൺസർഷിപ്പുകൾ, ടിക്കറ്റ് വിൽപ്പന എന്നിവയിൽ നിന്നെല്ലാം കൂടിയുള്ള വരുമാനം ഏകദേശം $1300 കോടി അടുക്കുമെന്നാണ് കണക്ക്. ഏതാണ്ട് 1.23 ലക്ഷം കോടി രൂപ. 2022 ഖത്തർ ലോകകപ്പിന് ശേഷമുള്ള കാലയളവിനുടനീളമുള്ള വരുമാനമാണിത്. ടൂർണമെൻറ്റിൽ നിന്ന് മാത്രം $890 കോടി വരുമാനം ലഭിച്ചേക്കും. ഖത്തർ ലോകകപ്പിൽ നിന്ന് $750 കോടി ആയിരുന്നു വരുമാനമായി നേടിയിരുന്നത്. TV, ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ്, ടിക്കറ്റ് വിൽപ്പന, സ്പോൺസർഷിപ്പുകൾ, ലൈസൻസിംഗ് എന്നിവയിൽ നിന്നാണ് വലിയൊരു തുക വരുമാനമായി ലഭിക്കുന്നത്. 2026 ലോകകപ്പിലൂടെ ഏതാണ്ട് $280 കോടി സ്പോൺസർഷിപ്പിലൂടെ നേടുമെന്നാണ് കണക്കാക്കുന്നത്. ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം ഉയർത്തിയതോടെ മത്സരങ്ങളുടെ എണ്ണം 64-ൽ നിന്ന് 104 ആയി വർദ്ധിച്ചു. മത്സരങ്ങൾ കൂടിയതോടെ കൂടുതൽ പരസ്യങ്ങളും ടിക്കറ്റുകളും ലഭ്യമായി. ഇത് ഫിഫയുടെ വരുമാനം കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ്. വരുമാനത്തിൻ്റെ 90% ഫുട്ബോളിൻ്റെ വികസനത്തിനായി തന്നെയാണ് ഫിഫ നിക്ഷേപിക്കുന്നത്.